ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ആനമല വീട്, തിരുവല്ലോമലയിലെ ഏറ്റവും മികച്ച അതിഥി മന്ദിരത്തിലേക്ക് സ്വാഗതം. തിരുവല്ലോമലയിലും പരിസരത്തുമെത്തുന്ന സന്ദർശകർക്കും വിവിധ ചടങ്ങുകൾക്കും അനുയോജ്യമായ ഒരിടം. വിവാഹം, പിറന്നാൾ ആഘോഷം, കമ്പനി മീറ്റിംഗുകൾ, പരിശീലനങ്ങൾ, പൂർവ്വ വിദ്യാർത്ഥി സംഗമം തുടങ്ങി ചടങ്ങുകൾ എന്തുമാകട്ടെ, പാരമ്പര്യവും ആധുനികതയും സമ്മേളിക്കുന്ന ആനമല ഹോം സ്റ്റേസ് അതിനെ അവിസ്മരണീയമാക്കുന്നു. 10 മുതൽ 12 പേർക്ക് വരെ താമസിക്കാനുള്ള AC മുറികൾ, വീട്ടിലെ ഭക്ഷണം, കാർ പാർക്കിംഗ് സൗകര്യം, ചെറിയ ചടങ്ങുകൾക്കുള്ള ഹാൾ തുടങ്ങി എല്ലാ സൗകര്യങ്ങളോടും കൂടി പ്രകൃതിയുടെ തനത് സൗന്ദര്യം ചോരാതെ ശാന്തമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന ആനമല വീട്, ആനമല ഹോം സ്റ്റേസ്, കാട്ടുകുളം, തിരുവല്ലോമല. ജനഹൃദയങ്ങളിൽ ഇടം നേടിയ വിജയ ലോക്സ് ആൻഡ് പൈപ്സ് ഏകദേശം 3 തലമുറകളുടെ സേവന പാരമ്പര്യവുമായി 77 വർഷം പിന്നിടുന്നു. കേരളത്തിന് അകത്തും പുറത്തും ഇപ്പോൾ ഇന്ത്യക്ക് പുറത്തേക്കും സേവനം ആരംഭിച്ചിരിക്കുന്നു. ഡോർ ലോക്സിന് പുറമെ 20 കൊല്ലത്തോളമായി ലാക്ഫ്ലെക്സ് എന്ന ബ്രാൻഡോടുകൂടി ഫ്ലെക്സിബിൾ പൈപ്പ് നിർമ്മാണ രംഗത്തും മികവ് തെളിയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഗാർഹിക, വ്യവസായിക, കൃഷി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഫ്ലെക്സിബിൾ ഹോസുകളാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പരമ്പരാഗത ശൈലിയിൽ കിണറുകളിൽ നിന്ന് കുടിവെള്ളം പ്രകൃതി തരുന്ന എല്ലാ മൂല്യത്തോടും കൂടെ ഏറ്റവും പരിശുദ്ധമായി അടുക്കളയിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെ ക്വാളിറ്റിയിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെയാണ് പൈപ്പുകൾ ഇവിടെ നിർമ്മിക്കുന്നത്. 1/2 ഇഞ്ച് മുതൽ 4 ഇഞ്ച് വരെ വ്യാസമുള്ള ഉറപ്പും മികവും ഗുണമേന്മയും ഒത്തുചേർന്ന് 30 മീറ്റർ നീളമുള്ള പൈപ്പുകൾ ഉൽപ്പാദിപ്പിക്കുന്നതോടൊപ്പം നീളം കുറഞ്ഞ കട്ട് പീസുകളും മിതമായ നിരക്കിൽ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നു. കർഷകർക്ക് എന്നും ഒരു കൈത്താങ്ങായി വിജയ ലോക്സ് ആൻഡ് പൈപ്സ്, ബിഹൈൻഡ് ഗസീബോ ഹെറിറ്റേജ്, കൊളപ്പുള്ളി, ഷൊർണൂർ. ജലജീവൻ പദ്ധതിക്കായി പല റോഡുകളും തകർന്ന നിലയിലാണെന്നും അത് പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ടെന്നും ഷാജിദ പറഞ്ഞു. നമ്മുടെ PMGSY റോഡ് ഇപ്പോൾ കള്ളപ്പാടി, കുണ്ടുവമ്പാടം, വടശ്ശേരി 3 പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഒരു റോഡാണ്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനം കുറച്ച് കാലഘട്ടമായിട്ട് നടന്നിട്ടില്ല. ഇപ്പോൾ ഞങ്ങളുടെ ഭരണസമിതിയുടെയും നിരന്തരമായിട്ടുള്ള ഇടപെടൽ മൂലം ഇപ്പോൾ നമ്മൾക്ക് പുനരാരംഭിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ നിലവിൽ അവർക്കൊരു ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയാണ്. ഈ പഞ്ചായത്തിൽ തന്നെ ഒരു പ്രധാന റോഡ്. അതെ, പഞ്ചായത്തിൽ തന്നെ പ്രധാനമായിട്ടുള്ള റോഡാണ്. ഈ റോഡ് 3 പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഒരു റോഡ് കൂടിയാണ്. അപ്പോൾ അത് പ്രവർത്തനം നടത്താൻ കുറേ സാങ്കേതിക പ്രശ്നം എന്തുകൊണ്ടാണെന്ന് അറിയില്ല, നടന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞങ്ങളുടെ ഇടപെടൽ മൂലം പ്രവർത്തനം ആരംഭിച്ച് പദ്ധതി പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ജലജീവൻ മിഷൻ വർക്ക് നടക്കുന്നുണ്ട് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ വാർഡുകളിലും ഇപ്പോൾ റോഡ് തകർന്നു കിടക്കുന്ന ഒരവസ്ഥയുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം അതിന് ഇപ്രാവശ്യത്തെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇനി ആ തകർന്ന റോഡുകളെല്ലാം പുനരുദ്ധാരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.
മൃഗാശുപത്രിയിൽ ഡോക്ടറുടെ സേവനം എപ്പോഴും ഉറപ്പുവരുത്താനായതായും വേണ്ടത്ര മരുന്നുകളുടെ ലഭ്യതയും നടപ്പിലാക്കിയിട്ടുണ്ടെന്നും ഒട്ടനവധി പദ്ധതികൾ മൃഗാശുപത്രി വഴി നടപ്പിലാക്കാൻ കഴിഞ്ഞതായും ഷാജിദ പറഞ്ഞു. മറ്റൊന്ന് നമ്മുടെ വകുപ്പിൻ്റെ കീഴിൽ വരുന്നതാണ് മൃഗസംരക്ഷണ വകുപ്പ്. മൃഗസംരക്ഷണ വകുപ്പിൽ മൃഗാശുപത്രി വഴി ഡോക്ടറുടെ സേവനം അല്ലെങ്കിൽ മരുന്നുകളുടെ ലഭ്യത, മറ്റ് പദ്ധതികൾ എത്തരത്തിലാണത് വിലയിരുത്തപ്പെടുന്നത്? ഇപ്പോൾ നമ്മൾ പ്രൊജക്റ്റ് തയ്യാറാക്കുമ്പോൾ ഡോക്ടറോട് കൂടി നമ്മൾ വെറ്റിനറി ഡോക്ടറോട് കൂടി സംസാരിച്ച് അവരുടെ എന്തൊക്കെയാണോ നമുക്ക് ആ ഹോസ്പിറ്റലിലേക്ക് ആവശ്യം അതിനനുസരിച്ചിട്ടുള്ള ഫണ്ടുകളാണ് നമ്മൾ വകയിരുത്താറുള്ളത്. പിന്നെ പദ്ധതികളെന്ന് പറയുന്നത് നമ്മൾ മുട്ടക്കോഴി വിതരണം, മുട്ടഗ്രാമം പദ്ധതിയുടെ ഭാഗമായിട്ട് മുട്ടക്കോഴി വിതരണം ജനറലുകാർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ SC-കാർക്ക് ആട് വിതരണം, അതുപോലെ തന്നെ നമുക്ക് അത് ജനറലുകാർക്ക് ആട് വിതരണം ഒക്കെ സബ്സിഡിയോട് കൂടിയിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ പശു വനിതകൾക്ക് വരുമാന മാർഗം കൂട്ടുന്നതിന് വേണ്ടിയിട്ട് പശു വിതരണം ഇപ്പോൾ നിലവിൽ നടന്നു കഴിഞ്ഞു. 11ഓളം ആളുകൾക്ക് കൊടുത്തു കഴിഞ്ഞു. ഇനി ബാക്കി അവർ എഗ്രിമെൻറ്റും കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് കൂടി കൊടുക്കാൻ നമുക്ക് കഴിയും. അതുപോലെ തന്നെ മരുന്നിൻ്റെ ലഭ്യത അത് ഉറപ്പാക്കുന്നുണ്ട്. നമ്മൾ മരുന്നിൻ്റെ ലഭ്യതയ്ക്ക് എത്രയാണോ ആ ഹോസ്പിറ്റലിലേക്ക് വേണ്ടത് അതിനനുസരിച്ചുള്ള ഫണ്ടുകൾ വകയിരുത്തിയിട്ടാണ് നമ്മൾ പ്രൊജക്റ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനൊരു ഷോർട്ടേജ് ഇന്നുവരെ വന്നിട്ടില്ല. സ്ഥിരം ഡോക്ടർ സംവിധാനം തന്നെയല്ലേ? അതെ, സ്ഥിരം ഡോക്ടർ സംവിധാനമാണ്. ഇപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ABC പ്രോഗ്രാം, ഇപ്പോൾ നമുക്കറിയാം തെരുവുനായ ശല്യം എല്ലാ ഭാഗങ്ങളും രൂക്ഷമായി കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ നിലവിൽ ആ വർക്ക്, അതായത് ABC പ്രോഗ്രാം വന്ധീകരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വാർഡുകൾ കൂടെ ഇപ്പോൾ അതാ മിനിങ്ങാന്ന് തൊട്ടിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മൃഗാശുപത്രിയുടെ സേവനം പരമാവധി ആളുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഉണ്ട്. ഒരുപാട് ആളുകൾക്കത് ഇപ്പോൾ കൂടുതലും അതായത് പശു വളർത്തുന്ന ആളുകളുണ്ട്, കോഴി വളർത്തുന്ന ആളുകളുണ്ട്, ഫാമുകൾ, അങ്ങനെയുള്ള ചെറുകിട വരുമാന മാർഗം കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ആളുകൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് പ്രത്യേകിച്ച് പരാതികളൊന്നും ഇല്ല, വലിയ പരാതികളൊന്നും ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ഈ പശു എന്തെങ്കിലും കടിച്ചിട്ടോ അല്ലെങ്കിൽ ചാവുന്നത് മൂലമുണ്ടാകുന്ന ആ ഒരു അതൊക്കെ നമ്മൾ ഇൻഷുർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാർഷിക മേഖലയിൽ, മൃഗസംരക്ഷണ മേഖലയിൽ വലിയ അത്യാവശ്യ ആനുകൂല്യങ്ങൾ നമുക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അതിൽ ഒരു സംതൃപ്തരാണ് ജനങ്ങൾ. അതുപോലെ മൃഗാശുപത്രി പ്രവർത്തനം തൃപ്തികരമാണ്. അതെ, തൃപ്തികരമാണ്. നമ്മൾ എല്ലാ മാസം, അതായത് 3 മാസം അല്ലെങ്കിൽ 4 മാസം കൂടുമ്പോൾ അതിൻ്റെ ABC, അതായത് HDC അതിൻ്റെ ഒരു കമ്മിറ്റി കൂടാറുണ്ട്. എന്നിട്ട് അതിൽ പറയാറുണ്ട് എന്തെങ്കിലും ആളുകളുടെ പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിൽ കൂടെ ചർച്ച ചെയ്ത് അത് അപ്പം തന്നെ അത് പരിഹരിച്ചു പോകാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കാറുണ്ട്. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ കാർഷിക മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണെന്നും വനിതകൾ ഉൾപ്പെടെയുള്ളവരെ കാർഷിക മേഖലയിലേക്ക് കൊണ്ടുവരാനായെന്നും വിവിധ ആനുകൂല്യങ്ങൾ കർഷകർക്കായി നടപ്പിലാക്കാൻ കഴിഞ്ഞതായും വിവിധ മേഖലകളിൽ കർഷകർക്കായി ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നതായും കാർഷിക മേഖലയിൽ ഗതാഗത സൗകര്യം ഒരുക്കുന്നതിനും പഞ്ചായത്തിന് കഴിഞ്ഞതായും കർഷകർക്കായി കാർഷിക വിപണന കേന്ദ്രം ഉടൻ ആരംഭിക്കുമെന്നും ഷാജിദ വിവരിച്ചു. മറ്റൊന്ന്, നമ്മുടെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് കാർഷിക മേഖല. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു 90% ഒരു പക്ഷേ കാർഷിക മേഖല തന്നെയായിരിക്കും, അല്ലെങ്കിൽ കർഷകർ കുടുംബങ്ങളോ ഉള്ളൊരു മേഖലയാണ്. അത്തരം കർഷകർക്ക് വേണ്ടി, കാർഷിക മേഖലയിൽ പ്രവർത്തിയെടുക്കുന്നവർക്ക് വേണ്ടി എന്തൊക്കെ പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ എന്തൊക്കെ പദ്ധതികൾ നമുക്ക് നടപ്പാക്കാൻ കഴിയും? അപ്പോൾ നമ്മളുടെ കേരളശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ കർഷകരാണുള്ളത്. അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നമ്മൾ പ്രൊജക്റ്റ് തന്നെ വെക്കാറുള്ളത്. പിന്നെ നമ്മളുടെ സ്പെഷ്യലായിട്ട് പറയുകയാണെങ്കിൽ വനിതകൾ, ഒരുപാട് വനിതകൾ ഇപ്പോൾ നമ്മുടെ കേരളശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ തന്നെ കർഷകരായിട്ടുണ്ട്. അപ്പോൾ അവർ പശു വളർത്തുന്ന ആളുകളുണ്ട്. ഇപ്പോൾ വനിതാ പ്രൊജക്റ്റ് ഞങ്ങൾ വെച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം. ഇപ്പോൾ കഴിഞ്ഞ ഓണക്കാലത്ത് പുഷ്പകൃഷി
ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെണ്ടുമല്ലി കൃഷി ചെയ്തിട്ട് ഒരുപാട് അവർക്ക് ലാഭം കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ നമുക്ക് വില കൂടുതലാണെന്നറിയാലോ. അപ്പോൾ പുഷ്പ കൃഷി നടത്തി അതിൽ വിജയം കണ്ടെത്തിയിട്ടുള്ള ആളുകളുണ്ട് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ. പിന്നെ അതുപോലെ തന്നെ പച്ചക്കറി തൈകളോടുള്ള ചട്ടി വിതരണം, അത് വനിതകൾക്കും അതേപോലെ മറ്റ് ആർക്കാണോ ആവശ്യം പ്രൊജക്റ്റ് വെച്ചിട്ട് അപേക്ഷ കൊടുക്കുന്ന ആളുകൾക്കൊക്കെ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനൊരു 1200 രൂപ അടച്ചു കഴിഞ്ഞാൽ 25 ചട്ടി, അതിനുള്ള വളം, അതിനുള്ള തൈ അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊടുത്ത ആളുകൾക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്ത് വരുന്നുണ്ട്. പിന്നെ ഇവിടെ പൊതുവേ പറഞ്ഞാൽ ഈ കുരങ്ങന്മാരുടെ പന്നികളുടെയൊക്കെ ശല്യം ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഇവിടെ കുറച്ച് കൂടുതലാണ്. എല്ലാ വീടുകളിലും, ചില വീടുകളിലൊന്നും ഇപ്പം തെങ്ങ് കൃഷി ആയിക്കോട്ടെ, തേങ്ങകളൊന്നും കിട്ടാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ അവരൊക്കെ അതുപോലെ തന്നെ എന്താ പറയുക, നെൽകൃഷിയാണെങ്കിൽ പന്നികളുടെ ശല്യം ഇപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ കൂർക്ക കൃഷി ഇതൊക്കെ ചെയ്യുന്ന ആളുകളാണ് അവർക്ക് ഇവിടെ ഉള്ള ആളുകൾ. ഇപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ കഴിഞ്ഞൊരു 2 ആഴ്ച മുന്നേ ഇപ്പോൾ നമ്മൾ കീടനാശിനി പ്രയോഗം അതിപ്പോൾ ഒരു ഡ്രോൺ ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്ന് കർഷകർക്ക് പറഞ്ഞു കൊടുക്കുക. അത് നല്ലൊരു കാര്യമാണ്. കാരണം ഒരാളെ വിളിച്ച് നമ്മൾ ഇതൊരു ചെറിയൊരു പൈസ വരുന്നുള്ളൂ, വേഗം സമയലാഭം ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ ഉപയോഗിച്ച് ചെയ്യാനുള്ളൊരു പദ്ധതി ഇപ്പം ഞങ്ങൾ നോക്കുന്നുണ്ട്. പഞ്ചായത്തിൻ്റെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ വ്യക്തിഗത ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പുകൾ അല്ലാതെ തന്നെ നമ്മുടെ പൊതുവേ കാർഷിക മേഖലയ്ക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ, അതിൽ കൃഷിസ്ഥലങ്ങളിലേക്ക് റോഡുകൾ എത്തിക്കുക, അല്ലെങ്കിൽ ജലസേചന സൗകര്യങ്ങൾ ഉണ്ടാക്കുക, അത്തരത്തിലുള്ള നടപടിയിലേക്ക് പഞ്ചായത്തിനെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ അല്ലെങ്കിൽ പഞ്ചായത്ത് പൂർണ്ണമായിട്ട് ഇടപെട്ടിട്ടുണ്ടോ? ഇടപെട്ടിട്ടുണ്ട്. നമ്മൾക്ക് ഇപ്പോൾ വേനൽക്കാലങ്ങളിൽ നമുക്ക് അറിയാലോ ഭയങ്കര ബുദ്ധിമുട്ട് ആശ്രയിക്കണം. അത് വരുന്നതിനനുസരിച്ച് ഇപ്പോൾ അത് ആ സമയത്ത് വിടാനുള്ള ഏർപ്പാടുകൾ പഞ്ചായത്ത് ഭരണസമിതി ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ചാലുകൾ നിലവിലിപ്പോൾ ചാലുകൾ വൃത്തിയാക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഇതുണ്ട്. പക്ഷേ അതുപോലെ തന്നെ ട്രാക്ടർ റാമ്പുകൾ, അത് കൃഷിക്ക് പാടശേഖര സമിതികൾ കൂടുന്ന സമയങ്ങളിൽ അവർ ആവശ്യപ്പെടുന്ന സമയങ്ങളിലൊക്കെ നമ്മൾക്ക് സഹായങ്ങൾ എന്താണോ അവർ ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ചുള്ള സഹായങ്ങൾ ചെയ്യാൻ നോക്കാറുണ്ട്, ശ്രമിക്കാറുണ്ട്. പല പഞ്ചായത്തുകളിലും ഈ കാർഷിക രംഗത്ത് പണിയെടുക്കുന്ന തൊഴിലാളികളെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാവുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ യന്ത്രങ്ങളുടെ ഒരു അതിപ്രസരം വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ കൂലിച്ചെലവ് നോക്കുമ്പോൾ യന്ത്രങ്ങൾക്കാണ് പ്രാധാന്യം. എങ്ങനെയും കാർഷിക മേഖലയിൽ പണിയെടുക്കുന്ന ആളുകൾ എത്രത്തോളം കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഉപയോഗിക്കുന്നു? ഉണ്ട്. ഒരുപാട് പേര് കൃഷിയെ ആശ്രയിച്ച് കഴിയുന്ന ആളുകളാണ് ഇവിടെ. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ കാർഷിക മേഖലയിൽ ഇപ്പോൾ ഈ യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നുള്ള ഒരു ഇതുണ്ട്. പക്ഷേ ഇവിടെ അത്ര വലിയ ഒരു നടപ്പിലാക്കൽ വന്നിട്ടില്ല. പക്ഷേ തൊഴിൽ പോയി ചെയ്ത് ജീവിക്കുന്ന ആൾ, കാർഷിക മേഖലയിലൊക്കെ ഒരുപാട് തൊഴിൽ ചെയ്യുന്ന, നന്നായി അധ്വാനിക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. പക്ഷേ എന്നാൽ ഈ ശല്യങ്ങൾ കാരണം അവർ പലപ്പോഴും ഈ പന്നി ശല്യം എപ്പോഴും നമ്മൾ കമ്മിറ്റി കൂടുന്ന സമയങ്ങളിലൊക്കെ പറയാറുണ്ട്. പാടശേഖര സമിതി അല്ലെങ്കിൽ നമ്മളുടെ കൃഷിഭവനുമായി ബന്ധപ്പെട്ട് കമ്മിറ്റി കൂടുന്ന സമയങ്ങളിലൊക്കെ പരാതി വരാറുള്ളത് ഇതാണ്. ഈ ശല്യങ്ങൾ കാരണം അവർക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. അതിനെന്തെങ്കിലും മാർഗം ഉണ്ടാവുമോ എന്നാണ് നമ്മളോട് ചോദിക്കാറുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ക്ഷീരസംഘങ്ങൾ, നമുക്ക് ഇവിടെ 2 ക്ഷീരസംഘ സൊസൈറ്റിയാണുള്ളത്. അപ്പോൾ അതിലൂടെ നമ്മൾ പാലളക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പോൾ അവരെ സഹായിക്കുന്നതിന് വേണ്ടി കന്നുകൂട്ടി പരിപാലനം എന്ന പദ്ധതി നടപ്പിലാക്കി വരുന്നുണ്ട്. നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക്. അതിനുള്ള ഫണ്ട് വകയിരുത്തി നമ്മൾ ഒരു സബ്സിഡിയോട് കൂടിയിട്ട് അവർക്ക് എല്ലാ മാസവും അവർക്ക് കാലിത്തീറ്റ കൊടുക്കുന്ന ഒരു രീതിക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒറ്റത്തോട്ടത്തിൽ പറഞ്ഞാൽ ഒരു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്ന നിലയിൽ തങ്ങളുടെ വകുപ്പ് വളരെ വളരെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ കഴിയുന്നു എന്ന് വിശ്വസിക്കുകയാണ്. അതെ, തീർച്ചയായിട്ടും നമ്മൾക്ക് പറ്റാവുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ്, അവരെ സഹായിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി അവരിലൂടെയുള്ള സന്തോഷം നമ്മൾക്ക് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മളുടെ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന നിലയിൽ നമ്മൾക്കും അതൊരു സന്തോഷമാണ്. ഇനി എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ നമുക്ക് 2 വർഷം കൂടി നമ്മുടെ മുന്നിലുണ്ട്, അതിലൂടെ അത് പരിഹരിക്കുമെന്നുള്ളൊരു വാഗ്ദാനം കൂടി നമുക്ക് കൊടുക്കാൻ പറ്റും. അതെ, തീർച്ചയായിട്ടും. ഇനിയിപ്പോൾ ഞങ്ങളുടെ മുന്നിൽ ഭരണസമിതി 2 വർഷമേ ഉള്ളൂ. അപ്പോൾ ഇനി ഈ പോരായ്മകൾ ഉണ്ടാവും. എന്തായാലും ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും ഉണ്ടാവാറുണ്ടാവല്ലോ. അപ്പോൾ നടപ്പിലാക്കാൻ കഴിയില്ല. അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാൻ നമ്മൾക്ക് ലഭിക്കുന്ന ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം എല്ലാ ആളുകളിലേക്കും എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്.
ഒപ്പം തന്നെ ഇപ്പോൾ പറഞ്ഞല്ലോ കാർഷിക മേഖല, അപ്പോൾ ആ കാർഷിക വിപണന കേന്ദ്രം തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഞങ്ങൾ ഭരണസമിതി ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഏത് രീതിക്കാണ് വേണ്ടത്, അപ്പോൾ നമുക്ക് കുറച്ച് സ്ഥലമുണ്ട്, അത് വിട്ട് പഞ്ചായത്തിൻ്റെ പരിധിയിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഫണ്ടുകൾ ഉപയോഗിച്ച് ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള സൗകര്യം പഞ്ചായത്ത് ഏറ്റെടുക്കും, അല്ലെങ്കിൽ അതിനുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ കർഷകരെ സഹായിക്കുന്ന രീതിക്കാവുമല്ലോ. അവർക്ക് കൊണ്ടുപോയി വിൽക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ പഞ്ചായത്തിൽ തന്നെ അങ്ങനെ ഒരു കേന്ദ്രം വരികയാണെങ്കിൽ അവരെ ഏറ്റവും വലിയൊരു സഹായിയായി മാറും. അപ്പോൾ അതിനുള്ള ശ്രമം ഞങ്ങൾ ഈ ഭരണസമിതി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം ഒരു സമയം പറയാൻ കഴിയുമോ? സമയം പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അത് തുടങ്ങി അവർക്കതൊരു ഗുണപ്രദമാക്കി മാറ്റാൻ ശ്രമിക്കും. അതെ, തീർച്ചയായിട്ടും എല്ലാ ശ്രമം വിജയിക്കട്ടെ. നമ്മുടെ ഈ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് അത്യാവശ്യം നല്ല വില കിട്ടും. അതുപോലെ ജൈവവളം ഉപയോഗിച്ചുള്ള ഒരു നല്ല തരം പച്ചക്കറികളും കഴിക്കാനുള്ള സൗകര്യം കൂടി ഇതോടൊപ്പം ഉണ്ടാവും. തീർച്ചയായിട്ടും അതാണ് ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടും.
ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ആനമല വീട് തിരുവില്ലാമലയിലെ ഏറ്റവും മികച്ച അതിഥി മന്ദിരത്തിലേക്ക് സ്വാഗതം. തിരുവില്ലാമലയിലും പരിസരത്തും എത്തുന്ന സന്ദർശകർക്കും വിവിധ ചടങ്ങുകൾക്കും അനുയോജ്യമായ ഒരിടം. വിവാഹം, പിറന്നാൾ ആഘോഷം, കമ്പനി മീറ്റിംഗുകൾ, പരിശീലനങ്ങൾ, പൂർവ്വ വിദ്യാർത്ഥി സംഗമം തുടങ്ങി ചടങ്ങുകൾ എന്തുമാകട്ടെ, പാരമ്പര്യവും ആധുനികതയും സമ്മേളിക്കുന്ന ആനമല ഹോം സ്റ്റേസ് അതിനെ അവിസ്മരണീയമാക്കുന്നു. 10 മുതൽ 12 പേർക്ക് വരെ താമസിക്കാനുള്ള AC മുറികൾ, വീട്ടിലെ ഭക്ഷണം, കാർ പാർക്കിംഗ് സൗകര്യം, ചെറിയ ചടങ്ങുകൾക്കുള്ള ഹാൾ തുടങ്ങി എല്ലാ സൗകര്യങ്ങളോടും കൂടി പ്രകൃതിയുടെ തനത് സൗന്ദര്യം ചോരാതെ ശാന്തമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന ആനമല വീട്, ആനമല ഹോം സ്റ്റേസ്, കാട്ടുകുളം, തിരുവില്ലാമല. ജനഹൃദയങ്ങളിൽ ഇടം നേടിയ വിജയ ലോക്സ് ആൻഡ് പൈപ്സ് ഏകദേശം 3 തലമുറകളുടെ സേവന പാരമ്പര്യവുമായി 77 വർഷം പിന്നിടുന്നു. കേരളത്തിന് അകത്തും പുറത്തും ഇപ്പോൾ ഇന്ത്യക്ക് പുറത്തേക്കും സേവനം ആരംഭിച്ചിരിക്കുന്നു. ഡോർ ലോക്സിന് പുറമെ 20 കൊല്ലത്തോളമായി ലാക്ഫ്ലെക്സ് എന്ന ബ്രാൻഡോടുകൂടി ഫ്ലെക്സിബിൾ പൈപ്പ് നിർമ്മാണ രംഗത്തും മികവ് തെളിയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഗാർഹിക, വ്യാവസായിക, കൃഷി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഫ്ലെക്സിബിൾ ഹോസുകളാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പരമ്പരാഗത ശൈലിയിൽ കിണറുകളിൽ നിന്ന് കുടിവെള്ളം പ്രകൃതി തരുന്ന എല്ലാ മൂല്യത്തോടും കൂടെ ഏറ്റവും പരിശുദ്ധമായി അടുക്കളയിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെ ക്വാളിറ്റിയിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെയാണ് പൈപ്പുകൾ ഇവിടെ നിർമ്മിക്കുന്നത്. 1/2 ഇഞ്ച് മുതൽ 4 ഇഞ്ച് വരെ വ്യാസമുള്ള ഉറപ്പും മികവും ഗുണമേന്മയും ഒത്തുചേർന്ന് 30 മീറ്റർ നീളമുള്ള പൈപ്പുകൾ ഉൽപ്പാദിപ്പിക്കുന്നതോടൊപ്പം നീളം കുറഞ്ഞ കട്ട് പീസുകളും മിതമായ നിരക്കിൽ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നു. കർഷകർക്ക് എന്നും ഒരു കൈത്താങ്ങായി വിജയ ലോക്സ് ആൻഡ് പൈപ്സ് ബിഹൈൻഡ് ഗസീബോ ഹെറിറ്റേജ്, കൊളപ്പുള്ളി, ഷൊർണൂർ.